നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ചർച്ച ചെയ്യുന്നു ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെ. നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്ന നാളത്തെ ദിനം രവിവാരം ഞായറാഴ്ചയാകുന്നു. മലയാള മാസം 1201, കർക്കടക മാസം 10-ാം തീയതി, അതായത് 2026, ജൂലൈ മാസം 26-ാം തീയതി. നാളത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:16, അസ്തമയം വൈകിട്ട് 6:47. നാളത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. ഞായറാഴ്ച വൈകിട്ട് 4:30 മുതൽ 6 മണി വരെയുള്ള സമയം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ 1.5 മണിക്കൂർ രാഹുകാലത്ത് ചെയ്യാറില്ല. നാളത്തെ തിഥി അതിശക്തമായ വെളുത്തപക്ഷത്തിലെ ദ്വാദശി തിഥിയാകുന്നു. 12ാമത്തെ തിഥിക്കാണ് ദ്വാദശി എന്ന് പറയും. ഏകാദശി 11, ദ്വാദശി 12, പിന്നീട് ത്രയോദശി 13. ചന്ദ്രൻ വളരെ ബലവാനായി വരികയാണ്. നാളെ ഞായറാഴ്ച കാലത്ത് 7:30 വരെ തൃക്കേട്ട നക്ഷത്രമാണ്. നാം ഒരു ശുഭകാര്യത്തിനും സ്വീകരിക്കാത്ത നക്ഷത്രം. അത് കഴിഞ്ഞാൽ പിന്നെ മൂലം നക്ഷത്രമാണ്. വെളുത്തപക്ഷത്തിലെ മൂലം വളരെ പവർഫുള്ളാണ്. ആൺമൂലം അറകെട്ടി വാഴും, മൂലം പിറന്നാൽ മുടിചൂടും എന്നൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണ ജ്യോതിഷികൾ പറഞ്ഞു വരാറുണ്ട്. വെളുത്തപക്ഷത്തിലെ മൂലമാണെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷേ മൂലം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക ഗണ്ഡാന്തമാണ്. അശ്വതി മകം മൂലം ആദ്യത്തെ 15 നാഴിക ഗണ്ഡാന്തം എന്ന് പറയും. അപ്രകാരം ആയില്യം തൃക്കേട്ട രേവതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക. ഏതായാലും മൂലം നക്ഷത്രത്തിനൊരു ദോഷം എന്നാണ്, വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണ്. കൃത്തിക ഭാഗ്യം മൂലാശ്ച മകാ ചിത്രാജ രേവതി. കാർത്തിക ഭാഗ്യം എന്നാൽ ഉത്രം, മൂലം മകം ചിത്ര രേവതി. ആദാതവ്യം എന്ന ദാതവ്യം, വാങ്ങരുത് കൊടുക്കരുത്. തച്ഛേഷന്തി വിനശതി, അതിന് ബാക്കി പോലും നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുന്നു. ഗണ്ഡാന്തമുണ്ട്. എങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ എല്ലാ ശുഭകാര്യങ്ങൾക്കുമായി, വാങ്ങലും കൊടുക്കലും ഒഴിച്ചുള്ള ശുഭകാര്യങ്ങൾക്കായി നാളെ 11:15 മുതൽ 12:15 വരെയുള്ള സമയം, വ്യാഴകാലഹോര സമയം, എല്ലാ ശുഭകാര്യങ്ങൾക്കുമായി സമയം കണ്ടെത്താവുന്നതാണ്. സാമ്പത്തിക വിഷയങ്ങൾ ഒഴിച്ച് വാങ്ങാനും കൊടുക്കാനും പോകരുത്. മറ്റെല്ലാ വിഷയങ്ങൾക്കും നാളെ നല്ലതാണ്. നാളത്തെ നിങ്ങളുടെ പ്രാർത്ഥന എന്താണ്? നാഗക്ഷേത്രത്തിൽ വഴിപാടുകളാണ്. ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ. അടുത്തുള്ള സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി. ഞായറാഴ്ചയായാൽ പലർക്കും അമ്പലങ്ങളിൽ പോകാൻ പറ്റും. കേരളത്തിന് വെളിയിലുള്ളവർക്ക് എന്ത് ചെയ്യാം? നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന ചെയ്യുന്നത് വളരെ വിശേഷമാണെന്ന് അറിയുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.